നമസ്കാരം, ഞാൻ ശാക്തേ. സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മഹാശനീശ്വരൻ്റെ രാശിമാറ്റം 2025 സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്ര ജാതർക്ക് 1200 ആണ്ട് മീനമാസം 15 തീയതി രാത്രി 10:39 കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി രാശി മാറുന്നത് കൊണ്ട് വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെയാണ്. 2025 മാർച്ച് മാസം 29 തീയതി മുതൽ ഏകദേശം 2027 സെപ്റ്റംബർ മാസം വരെയുള്ള 2.5 വർഷ കാലയളവിനുള്ളിൽ ശനീശ്വരൻ്റെ രാശിമാറ്റം കൊണ്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്ര ജാതർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളതെന്ന് ചിന്തിച്ചാൽ, ഈ രാശിമാറ്റം ഇവർക്ക് ശനി 11ലേക്കാണ് വന്നിരിക്കുന്നത്. 11ലെ ശനി എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ടകാരകനാണ്. ഇവർക്ക് കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് കണ്ടകശനിയായിരുന്നു. കണ്ടകശനിയുടെ ദോഷ ദുരിതങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, കുടുംബകലഹം, സാമ്പത്തിക പ്രതിസന്ധികൾ, അപമാനം, ഇങ്ങനെ ഒരുപാട് ദുരിത പരമ്പരയിലൂടെ കടന്നു വന്നിരിക്കുന്ന കൂറുകാരാണ് ഇടവക്കൂറുകാർ. ഇടവക്കൂറുകാർക്ക് 2025 മാർച്ച് മാസം 29 തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലത്തേക്ക് ശനി 11ൽ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ 2.5 വർഷക്കാലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം നികത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിലെടുത്ത് പറയേണ്ടത്, വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചു വരുന്ന സാമ്പത്തിക നേട്ടത്തിന് ഇടയായേക്കാവുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നടന്നു കിട്ടും. അഭീഷ്ടസിദ്ധി, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത് ഭൂമി വിൽപ്പനയാണെങ്കിൽ അത് നടക്കും, ഗൃഹനിർമ്മാണമാണെങ്കിൽ അത് നടക്കും, എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി സാധ്യത കിട്ടും. ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റ കാര്യങ്ങളോ ഈ കാലയളവിൽ നിഷ്പ്രയാസം ലഭിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. മൂത്ത സഹോദരന്മാർ മൂലം ഗുണാനുഭവം ഉണ്ടാകാനിടയുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു 10 രൂപയെങ്കിലും നിക്ഷേപിക്കുവാനും സാധിക്കും. ധനവരവെന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ പൈതൃകമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്തുക്കളുടെ ലാഭമുണ്ടാകും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇഷ്ടവിവാഹ ലബ്ധി ഉണ്ടാകാനിടയുണ്ട്. അകന്ന് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ഇനിയും തുടർന്ന് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അത്തരം കാര്യങ്ങൾ വിജയിക്കുന്നതാണ്. പ്രണയ വിഷയങ്ങളിൽ കൂടുതൽ ദൃഢതയും ബന്ധവും ഐക്യവും രൂപപ്പെടും. പ്രണയ വിഷയങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ തന്നെ ഈ കാലഘട്ടത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവരെ സംബന്ധിച്ചും അവർക്ക് ലാഭവിഹിതം കൂടിയിരിക്കും. തൊഴിൽ തേടി വിദേശത്ത് പോകുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ധനം മുടക്കിയിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2.5 വർഷമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾ, അവയ്ക്കൊക്കെ ശമനം കിട്ടുന്നൊരു കാലഘട്ടമാണ്. അതായത് ഇടവക്കൂറുകാരോട് എടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് ശനീശ്വരൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഭാഗ്യാനുഭവ സാധ്യത എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. അത് ജോലി തേടുന്ന കാര്യത്തിലാണെങ്കിലും സ്ഥിരപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കാര്യത്തിലാണെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏതിലും ഒരു ക്ഷമയോടുകൂടെ സഹനശക്തിയോടുകൂടെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയസാധ്യത 100% പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ശനിദോഷമില്ല, സമയദോഷമെന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ വലിയ ശനിദോഷമൊന്നുമില്ല. ശനിദോഷമില്ലാത്തത് കൊണ്ട് തന്നെ ഏത് മേഖലയിൽ ഇടപെട്ടാലും ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തീർച്ചയായിട്ടും നമുക്കതിൽ നിന്നും വിജയം പ്രതീക്ഷിക്കാം. ജോലിയില്ലാത്തവർ സ്വദേശത്തോ വിദേശത്തോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. ഉപരിപഠനത്തിന് പോകേണ്ടുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിജയിക്കും. വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിജയിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ എന്തെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് നടക്കും. പൊതുപ്രവർത്തന രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അധികാര ലബ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രസിദ്ധിയാർജിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ വീണ് കിട്ടും.
ഇങ്ങനെ ഐശ്വര്യങ്ങളുടെ, ഗുണങ്ങളുടെ, നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ വരുന്ന 2.5 വർഷക്കാലം. അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലം ഇവർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളത്. അപ്പോൾ കാലത്തിൻ്റെ അനുകൂല സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവർ വീടുണ്ടാക്കാൻ ശ്രമിക്കണം, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവർ ഭൂമി വാങ്ങാൻ ശ്രമിക്കണം, സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർ വാഹനം വാങ്ങാൻ ശ്രമിക്കണം, തൊഴിലേതെങ്കിലും തരത്തിൽ മാറാൻ താല്പര്യമുള്ളവർ പുതിയ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വിവാഹ വിഷയത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലത്തിൽ വരുവാൻ പറ്റിയൊരു കാലഘട്ടമാണ്. വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതികളെ സംബന്ധിച്ചും ഐക്യം പ്രാപിക്കാൻ സാധിക്കും. കോടതി വ്യവഹാരങ്ങളിൽ ഉചിതമായിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത്, ആ പരിശ്രമങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ കാലഘട്ടത്തിൻ്റെ അനുകൂല സ്വഭാവം ഭാവി ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ അരിമണിയും ശേഖരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയാൽ അടുത്ത ഒരു ശനിദോഷം വന്നാൽ പോലും അത് വലിയ രീതിയിൽ ഈ കൂറുകാരെ ബാധിക്കില്ല. കാരണം കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന തിക്താനുഭവങ്ങളിൽ നിന്നൊരു മോചനം ശനീശ്വരൻ കൊടുക്കുമ്പോൾ കഴിഞ്ഞ 2.5 വർഷക്കാലം ഇവർ ഏതൊക്കെ കാര്യത്തിലാണോ പരീക്ഷിച്ചു കൊണ്ടിരുന്നത് ആ പരീക്ഷണങ്ങൾക്കെല്ലാം അവസാനം വന്നിരിക്കുന്നു. മറിച്ച് ശനിയുടെ ഒരു പ്രത്യേക സ്വഭാവം നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത്, എന്തൊക്കെ അദ്ദേഹം നീചഭാവത്തിൽ വരുമ്പോൾ എടുക്കുന്നുവോ അതൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി അദ്ദേഹം ശുഭഭാവത്തിൽ വരുമ്പോൾ കൊടുക്കുന്നവനാണ്. അപ്പോൾ കഴിഞ്ഞ 2.5 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടിരുന്നത്, അതിൽ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമില്ലാത്തത് മാത്രം, നഷ്ടപ്പെട്ടതെല്ലാം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഭാവിയിൽ നിങ്ങൾക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളെല്ലാം പുതുമയോടുകൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല എങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കഷ്ടതകളും മരണഭയം പോലും ഉണ്ടാകാനിടയുള്ള കാര്യങ്ങളായിരിക്കും ശനീശ്വരൻ എന്നേക്കുമായിട്ട് നിങ്ങളിൽ നിന്നും ഒഴിവാക്കി വിടുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹ സാഫല്യം തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ശനീശ്വരനെ ആശ്രയിച്ച് മാത്രമാണ് നമ്മൾ ഈ ഫലം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെ എന്ന് നമുക്ക് പറയാം. ശനീശ്വരൻ അനുകൂലത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാഡീഞരമ്പ് സംബന്ധമായ രോഗദുരിതങ്ങൾ മുതൽ വൃദ്ധ സ്ത്രീ രതി വരെ ഭോഗസൗഖ്യം, ഭക്ഷണസൗഖ്യം, ഇങ്ങനെയുള്ള തന്നിലും പ്രായം കൂടിയവരുമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനിടയുണ്ട്. അത് നിലവിൽ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബജീവിതമൊക്കെ ഉള്ളവരാണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ ശനീശ്വരൻ പ്രശ്നക്കാരനാവും. അപ്പോൾ ധർമ്മം വിട്ട് ചരിക്കാതിരിക്കുക, ധർമ്മത്തിൻ്റെ പാതയിലൂടെ തന്നെ പോവുക, കുടുംബശ്രേയസ്സിന് വേണ്ടിയിട്ടും സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ പ്രയത്നിക്കുക. അത്തരം പ്രയത്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ ശനിയുടെ ഈ 11ലെ സ്ഥിതി വളരെയേറെ ഗുണകരവും നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് ഇതിന് ദോഷപരിഹാരമൊന്നും ചെയ്യണ്ട. പിന്നെ ശനീശ്വരൻ്റെ കൂടുതൽ ആനുകൂല്യം അല്ലെങ്കിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാം. നീല നിറപ്പ്, അത് ഇന്ദ്രനീലത്തിന് സമാനമായ നിറം, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുന്നതും ശനിദോഷ പരിഹാരത്തിന് പറയുന്നതാണെങ്കിൽ പോലും ശനി ശുഭനായിട്ട് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ശുഭത്വം, ശനിയുടെ ഒരു കാരുണ്യ കടാക്ഷം കൂടുതൽ വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും തടസ്സങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉണ്ടായാൽ പോലും ആ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഏറ്റവും കൂടുതൽ സന്തോഷകരവും മനോഹരവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും മനസ്സിലെ ആഗ്രഹാഭിലാഷങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പൂവണിയാനും സാധിക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം ശനി 11ലെ ശനി വളരെ ശുഭനാണ്, വളരെ നേട്ടം നൽകുന്നതാണ്, വളരെ ഐശ്വര്യം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദ നക്ഷത്രജാതരുടെ രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ഈ ശനീശ്വരൻ നൽകും എന്ന് തന്നെ നമുക്കിവിടെ വിലയിരുത്താം. എന്തായാലും ശനിമാറ്റത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശനിദോഷമെല്ലാം മാറി ശനിയുടെ ആനുകൂല്യത്തിലേക്ക് പോകുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി,
നമസ്കാരം.